ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ്. ഫാമിലി സൈസ് ചെറുതോ വലുതോ ആയിക്കോട്ടെ, വീട്ടിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെ പറ്റിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻസിൽ ആവശ്യം വരുന്ന മെഡിസിൻസ് ഒരു സ്ഥലത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ എവിടെയും തിരഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഹർത്താലോ വാഹനപ്പണിമുടക്കൊക്കെ വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ഇത് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നാണ്. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള മെഡിസിൻസ്. അപ്പോൾ ഓരോ വീട്ടിലും അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് എനിക്കിവിടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടല്ലോ, തലവേദന, പനി, അതുപോലെയുള്ള കാര്യങ്ങൾ, അത് ഞാൻ ആദ്യം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് അലോപ്പതി മെഡിസിൻസ് ആണ്. പക്ഷേ 1-2 ഹോമിയോപ്പതി മെഡിസിൻസ് കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ്, ഹോമിയോപ്പതി ആണോ, ആയുർവേദമാണോ അല്ലെങ്കിൽ അലോപ്പതി ആണോ വീട്ടിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് വേണം ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ. അപ്പോൾ ആ മരുന്നുകളാണ് കരുതി വെക്കേണ്ടത്. അസുഖം വന്നാൽ ഡോക്ടറെ കാണണ്ടെന്നല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഒരുക്കി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഓയിൻമെൻറ്റ്സും ബാംസും ഒക്കെ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. 2 സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ സെക്ഷനിൽ ഞാൻ എഴുതുന്നത് മിസ്ലേനിയസ് ഐറ്റംസ് ആണ്. ഇപ്പോൾ അതായത് കൈയൊന്ന് ചെറുതായിട്ട് പൊള്ളി അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് പറ്റി, അപ്പോൾ അതിന് വേണ്ടി ബാൻഡേഡ്, പിന്നെ ബേൺ സ്പ്രേ, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡെറ്റോൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ മിക്ക എല്ലാവരുടെയും വീട്ടിൽ വേപ്പറൈസർ ഉണ്ടാവും ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജലദോഷത്തിനൊക്കെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതും ഇതിൻ്റെ അടുത്ത് തന്നെ കരുതി വയ്ക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എപ്പോഴും, അതായത് ഫ്രീസറിൽ എപ്പോഴും ഐസ് ക്യൂബ്സ് റെഡിയാക്കി വയ്ക്കുക. കാരണം മുറിവിനും ചതവിനും ഒക്കെ ഐസ് ക്യൂബ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി 2ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മെഡിസിൻസ് ഇരിപ്പുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ എക്സ്പയറി ചെക്ക് ചെയ്യണം. അതിനുശേഷം എക്സ്പയറി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയാൽ മതിയാവും. എക്സ്പയറി ചെക്ക് ചെയ്ത് മെഡിസിൻസ് എല്ലാം ടിക്കിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മരുന്ന് എടുത്തപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഓൾറെഡി ആയിട്ടുണ്ട്. കാരണം 2018 എക്സ്പയറി ആവുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ആയി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇനി മെഡിസിൻ ബോക്സിൽ വെക്കുന്നില്ല, ഓൾറെഡി ഇത് മാറ്റുന്നുണ്ട്. ഇത് ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സിറപ്പായിരുന്നു. മെഡിസിൻസും ലിസ്റ്റും തമ്മിൽ ഒത്തു നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറ്റോൾ അല്ലെങ്കിൽ ഒരു മുറിവ് വന്നാൽ ആവശ്യം വരുന്ന കോട്ടൺ, ഇതൊന്നും കയ്യിലില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കയ്യിലുള്ള കാര്യങ്ങൾക്ക് ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വാങ്ങിക്കേണ്ടതിന് ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ലിസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ കടയിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും പോകുമ്പോൾ തൊട്ട് അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ പോവുക, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ആകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ വേണ്ട മെഡിസിൻസ് ആണെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് വരും. പരിചയമില്ലാത്തൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊരു കീ നോട്ട് കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം ഞാനില്ലാത്ത അവസരങ്ങളിലോ അല്ലെങ്കിൽ എനിക്ക് വയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഈസി ആയിരിക്കും. ഈ കീ നോട്ട് മെഡിസിൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ബോക്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്.
ഓരോ അസുഖത്തിൻ്റെ നേരെയും അതിന് കഴിക്കാൻ പറ്റിയ മരുന്നിൻ്റെ പേര് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ആ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി നോട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, റെഗുലർ മെഡിസിൻസ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ, നിങ്ങളോ അല്ലെങ്കിൽ ബാക്കി വീട്ടിലുള്ളവരോ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസ്, ചിലപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ BPയുടെയോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ സ്ട്രിപ്പ് അല്ലാതെ ബാക്കിയുള്ളത് ഈ ബോക്സിൽ തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഓരോന്ന് കഴിയുമ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോക്സിലാണ് മെഡിസിൻസൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സായിട്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നർ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷനുള്ള ബോക്സ് ആണെങ്കിലും കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ബോക്സിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ വെക്കുന്നൊരു രീതി എന്ന് വെച്ചാൽ അധികം ആവശ്യമില്ലാത്ത മെഡിസിൻസും ബാക്കി കാര്യങ്ങളും താഴെ വെക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റെഗുലർ മെഡിസിൻസ് ഇതൊക്കെ മുകളിലായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അല്ലെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റൊക്കെ ഇതിനകത്ത് വെക്കാം. കാരണം ഇതൊക്കെ ഒരു സെയിം കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. ബോക്സിൽ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലിസ്റ്റിൽ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ എല്ലാ മെഡിസിൻസും ബോക്സിൽ വെച്ചോന്ന് നമുക്ക് അറിയാനും പറ്റും. ലിസ്റ്റ് പ്രകാരം ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻസും വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് റെഗുലർ മെഡിസിൻസാണ്. അതായത് സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസിൻ്റെ അത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, അയൺ ടാബ്ലറ്റ്, പിന്നെ വൈറ്റമിൻ D2 ഇത് ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വെക്കുന്നത് സിലിക്ക ജെല്ലിൻ്റെ ഒരു ചെറിയ പാക്ക്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അധികം ഈർപ്പമൊന്നും വരാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു കീ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ മെഡിസിൻസ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എക്സ്പയറി കൂടി ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഈ ബോക്സിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് വേണം വെക്കാൻ. പക്ഷെ ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ കൈ എത്താത്ത ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട കുറേ പേരുടെ വീട്ടിലേക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കിത് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി എന്നോട് പറയാനും മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.